എറണാകുളം പശ്ചിമ കൊച്ചിയിൽ വൻ ലഹരിവേട്ട. പള്ളുരുത്തി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടന്ന പരിശോധനയിൽ 400 ഗ്രാം MDMA പിടികൂടി. ഒരു കേന്ദ്രത്തിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്ക് MDMA കൈമാറ്റം ചെയ്തുവെന്ന് പോലീസ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതൊരു വിതരണ കേന്ദ്രമാണ് എന്ന് കരുതാവോ? ഹാഷ്മി, സമീപകാലങ്ങളിൽ കൊച്ചിയിൽ MDMA പിടികൂടുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഇത്തവണത്തെ കേസിൽ അല്ലെങ്കിൽ ഇത്തവണത്തെ ക്യാച്ചിൽ ഒരല്പം വ്യത്യസ്തതയുണ്ട്. കാരണം 1 കിലോളം MDMA പശ്ചിമ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പള്ളുരുത്തി മട്ടാഞ്ചേരി മേഖലകളിലാണ് എത്തിയത്. ഇന്നലെ ആദ്യത്തെ ക്യാച്ച് നടക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്. 300 ഗ്രാം MDMA മട്ടാഞ്ചേരിയിൽ നിന്ന് പിടികൂടുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഇവിടെ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പള്ളുരുത്തിയിൽ അടുത്ത ക്യാച്ച് 110 ഗ്രാം അവിടെ നിന്ന് പിടികൂടുന്നു. പള്ളുരുത്തിൽ തന്നെ ഒരു 35 ഗ്രാം മറ്റൊരു വീട്ടിൽ നിന്ന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ ഒരു ബാക്കിപത്രമാണ് ഇന്നലെ എക്സൈസ് ഒരു 4 പേരെ എറണാകുളം ടൗണിൽ നിന്ന് പിടികൂടുന്നുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ നിന്ന്, അതായത് ഈ പശ്ചിമ കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് MDMA ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരിക്കണ്ണികൾ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ നിലവിൽ 2 അറസ്റ്റുകൾ മാത്രമാണ് പോലീസ് പറയുന്നതെങ്കിലും വൈകിട്ട് 3 മണിയോടുകൂടി കൊച്ചി DCP മാധ്യമങ്ങളെ കണ്ട് ഈ പരിശോധനയുടെയും അറസ്റ്റിനെയും എല്ലാം വിശദാംശങ്ങൾ പറയും. ഒരു പക്ഷേ സമീപകാലത്ത് കൊച്ചിയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി ക്യാച്ചാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് വ്യത്യസ്തമാകുന്നത് അത് ഒരു കേന്ദ്രത്തിലെത്തി അത് വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് പങ്കുവഹിച്ചത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി സംഘങ്ങളാണ്. പോലീസ് അതിസാഹസികമായും നിർണായകമായ പരിശോധനകൾക്ക് കൂടിയാണ് ഈ പ്രതികളെ പിടികൂടിയത്. ഹാഷ്മി. ഓക്കെ, വിഷ്ണുവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സമീപകാലത്ത് നടന്ന ലഹരിവേട്ടകളിലെ ഒരു വലിയ വേട്ട എന്ന് അതിൽ പറയാം.